റേഷൻ വിതരണം അടിമുടി മാറാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു. റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം ആ ഒരു തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ അതിന് പകരം പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കാര്യത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഛത്തീസ്ഗഡ്, പുതുച്ചേരി, ബാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ട്. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,000-ത്തിലധികം വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ ഈ ഒരു സംവിധാനത്തിലൂടെ കഴിഞ്ഞു എന്നത് തന്നെ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഇതിലൂടെ ഉറപ്പാക്കുകയാണ്. ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായി ലഭിക്കാം. ഈ ഒരു വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് നിങ്ങൾക്ക് സാധനം വാങ്ങാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അത് പണമാക്കി മാറ്റി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം. റേഷൻ വിതരണത്തിലെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിനാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കമിടുന്നത്. വലിയ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ വരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് റേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.